പറയാനുള്ളത് വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ 18 വയസ്സിന് താഴത്തുള്ളവർ ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് പോയിക്കോ, അടുത്ത വീഡിയോ കണ്ടത് ഫുള്ള് കാണരുത്. അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആദ്യം പ്ലേ ചെയ്യാം. സംഭവം ഇവിടെയാണ് തുടങ്ങുന്നത്. പാണ്ടിക്കാട് കുഞ്ഞാന്റെ കോപ്പി പോലത്തെ ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ച് മലപ്പുറത്ത് വേറെ പറയിപ്പിക്കാൻ വേണ്ടി മലപ്പുറത്ത് കുറച്ച് കാക്കമാറുണ്ട്. ഈ 2-3 ഉള്ളൂ ഇങ്ങനത്തെ. ഞാൻ കാര്യം പറയാം, അടുത്ത തവണ ഇങ്ങനത്തെ പരിപാടി തൊറി വിളിക്കും, ദന്തൊക്കെ വിളിക്കും. എല്ലാവർക്കും ഒറ്റ മിനിറ്റ് പറയാമെന്ന് വിഷയം എന്ന് വെച്ചാൽ, ഈ തൊപ്പി ഇപ്പം പ്രതികരിച്ച ഒരാൾ ആരായിരിക്കും എന്ന് എല്ലാവരും മനസ്സിലുണ്ടാവും. അപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ എല്ലാം കോപ്പി ഇപ്പം മെഹറിനെ പറ്റി പറഞ്ഞ ആൾ ആരാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് സോഷ്യൽ മീഡിയയിൽ ഒന്ന് കയറി ഒന്നും കൂടി ഒന്ന് സ്ക്രോൾ ചെയ്ത് അന്നേരം ഫോറിയിൽ വേറൊരു വീഡിയോ. ആ ഒരു വീഡിയോ കാണുന്നതിന് മുന്നേ 18 വയസ്സിന് താഴത്തുള്ള ആൾക്കാരെല്ലാം ജസ്റ്റ് പെട്ടെന്ന് എന്താക്കിക്കോ, വീഡിയോ ഓഫാക്കിയിട്ട് മൊബൈൽ വേണം ഓഫാക്കി വെച്ചോ, ഇത് ഫുള്ള് കാണാൻ നിൽക്കരുതേ. അപ്പോൾ ഞാൻ അടുത്ത ഒരു വീഡിയോ കൂടി പ്ലേ ചെയ്ത് വെക്കാം. 18 വയസ്സ് താഴത്തുള്ളവർ കാണരുതേ, സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. 18+ ഉള്ളവർ മാത്രം കണ്ടാൽ മതിയേ, ന്യൂഡൊന്നല്ല, കുറച്ച് അൾട്രാ തെറികൾ. അത്രത്തോളം ഒരു ഫീൽ ആവുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ നായിന്റെ മോനെ, എന്റെ തന്ത അല്ലണം, എന്റെ തന്ത മോനെ വിചാരിച്ചു, നായിന്റെ മോനെ ഇന്റെ മുട്ടുകാല് വറക്കൂല, നായിന്റെ മോനെ നഴ്സറി പിള്ളേരെ വെച്ചിട്ട് ഇന്നെ ഊക്കാൻ വന്ന നായിന്റെ മോനെ അടിച്ചിടന്റെ മൂന്നന്റെ പല്ല് ഞാൻ കൊയ്ക്കും. ജിന്നെ പറഞ്ഞുകൂടെങ്കിലേ എനിക്കൊരു പ്രശ്നമില്ലട നായെ, പക്ഷെ ജിന്റെ തന്തനെ പറഞ്ഞു അത് ഈ സാജാൻ സഹിക്കൂല മോനെ. എന്റെ ബാക്കിലുള്ള നഴ്സറി തൊപ്പി പറഞ്ഞത് ഞാൻ വിളിക്കൂന്നേ പറഞ്ഞിട്ടുള്ളൂ. തൊപ്പി ഇതുവരെ വിളിച്ചിട്ടില്ല. ചിലപ്പോൾ ഇന്ന് രാത്രിത്തെ ലൈവ് സ്ട്രീമിൽ തൊപ്പി ചിലപ്പം വിളിക്കൂ. എന്താ വെച്ചാൽ ഷാജാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ഇന്ന് രാത്രിയത്തോടെ എന്താക്കും, തൊപ്പി എടുത്തിട്ടിട്ട് കൊടയാനുള്ള ചാൻസ് ഉണ്ട്. ഷാജാനെ വിളിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഷാജാൻ്റെ ഫാമിലിനെ വിളിച്ചിട്ടില്ല. ഷാജാനോട് ഒരു മുന്നറിയിപ്പ് പോലെ തൊപ്പി പറഞ്ഞ് ഇനി ഇത്തരത്തിലുള്ള പരിപാടികൾ ആയിട്ട് വന്നാൽ വിളിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ തൊപ്പി മെഹർ വിഷയത്തെ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. വണ്ടീൻ്റെ മുകളിൽ നിന്ന് തൊപ്പിയും മെഹറുമായിട്ടുള്ള കല്യാണം നടക്കുകയാണെങ്കിൽ 1 പവൻ സ്വർണം അവൻ്റെ വക കൊടുക്കുമെന്ന് തൊപ്പി പറഞ്ഞ്. തൊപ്പിൻ്റെ മനസ്സ് തട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ മുന്നേ തന്നെ വേറെ കുറേ വിഷയങ്ങളുള്ളായത് കൊണ്ട് തന്നെ തൊപ്പി പ്രതികരിച്ചിരുന്നു. അപ്പോൾ മെഹറിനെ പറ്റി പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു സ്നേഹമുള്ള ഒരാളെ പറ്റി ഒരാൾ പറയുമ്പോൾ എന്തായാലും പ്രതികരിച്ചു. അങ്ങനെ ലൈവിൽ ഇന്നലെ തൊപ്പി പ്രതികരിച്ചതിന് ശേഷമാണ് ഷാജാൻ ഇത് കണ്ട് ഷാജാനെ വിളിച്ചു, ഷാജാനെ തെറി വിളിച്ചു എന്നെല്ലാം പറഞ്ഞ് ഷാജാൻ ഇപ്പോൾ എന്താ പറയുക, ആൾക്കാരെല്ലാം അറിയുന്നൊരു ഗീവ് അവേ കുറച്ച് ഉടായ്പെല്ലായിട്ട് കുറച്ച് ഫോളോവേഴ്സിനെല്ലാം സെറ്റാക്കി നിൽക്കുകയല്ലോ. അപ്പോൾ ഒന്ന് മെയിൻ സ്ട്രീമിലേക്ക് കയറി വരണമെങ്കിൽ കിട്ടിയൊരവസരമായിരുന്നു. ഷാജഹാനിപ്പോൾ കത്തിക്കാൻ പറ്റിയൊരവസരം ഷാജഹാന് കിട്ടി. ഷാജഹാൻ വിടുമോ? ഇല്ല. ഷാജഹാൻ കൈയെല്ലാം കൂപ്പി വന്നിട്ട് നല്ലോണം എന്താക്കി, കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കാനൊന്ന് നോക്കി. അപ്പോൾ തൊപ്പി കലക്ക് വെള്ളം ആണെങ്കിൽ ഷാജഹാൻ അതിൻ്റെ അത് മീനിനെ വിട്ട് വളർത്താൻ നോക്കി. അപ്പോൾ ഷാജഹാനെ വെച്ച് സംബന്ധിച്ചൊക്കെ ഒന്നും പോകാനില്ല. അപ്പോൾ ഷാജഹാൻ പറയുവാണ്, നിങ്ങൾക്ക് എന്താ പറയുക, പറയാൻ താല്പര്യം. ഷാജഹാനും നീലക്കുയിൽ ഇവർ രണ്ടുപേരെയാണ് പറഞ്ഞത്. ഇപ്പോൾ നീലക്കുയിലിനെതിരെ എന്താ പറയുക, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ എല്ലാ മാധ്യമ ചാനലുകളിലും ചർച്ച നടക്കുന്ന സമയമാകുമ്പോൾ നീലക്കുയിലിനെതിരെ ഒക്കെ പറയുന്ന ആരായാലും ആര് പറഞ്ഞു കഴിഞ്ഞാലും ആ വീഡിയോ കയറി കത്താനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തൊപ്പി കയറി പറഞ്ഞ്. അപ്പോൾ ഷാജഹാൻ നീലക്കുയിലും കൂടി എന്താക്കി, ഷാജഹാൻ പറഞ്ഞ് രണ്ടും കൂടി ഒന്ന് കൊളാബ് ചെയ്തിട്ട് തൊപ്പിക്കെതിരെ ഒന്നങ്ങ് പൊട്ടിച്ച്. അപ്പോൾ സംഭവം എന്തായാലും കത്തി. അപ്പോൾ ഷാജഹാൻ പറയുന്നുണ്ട് ഈ വീഡിയോൻ്റെ താഴത്ത് വരട്ടെ. ഷാജഹാൻ വിചാരിച്ചു മലപ്പുറം മൊത്തം ഷാജഹാൻ്റെ കൂടെ അങ്ങ് നിൽക്കൂ. ഷാജഹാൻ്റെ ഫാമിലീനെ പറഞ്ഞുകൊണ്ട് ഷാജഹാൻ പ്രതികരിക്കുന്നു. അപ്പോൾ ഫാമിലി പണ്ട് തൊപ്പീനെ എല്ലാവരും കൂടി എന്താ പറയുക എടുത്തിട്ട് കൊട്ടലേനും. ഇപ്പോൾ തൊപ്പി തിരിച്ചു വന്നിട്ട് എല്ലാവരും എടുത്തിട്ട് കൊട്ടാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു കമൻറ്റ് ബോക്സിലുള്ള സാധനം ഇത്രയും നേരം ഇവിടെ ഇങ്ങനെ ഓടിയില്ലേ, ആ ഒരു കമൻറ്റ് ഷാജഹാനും നീലക്കോയിലും കൂടി എന്താക്കിയതാ, കൊളാബ് ചെയ്ത വീഡിയോന് വന്ന കമൻറ്റിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇട്ട് 2 കമൻറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഷാജഹാൻ ആയാലും തൊപ്പി ആയാലും. അപ്പോൾ നമ്മുടെ അടുത്ത് നേരെ വരണ്ട. ഞാനിപ്പോൾ പറഞ്ഞത് നോർമലി രണ്ടാൾക്ക് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി. അപ്പോൾ സോഷ്യൽ മീഡിയ ആണ്, വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. ആർക്കും ആരെയും എന്താക്കാം, റോസ്റ്റ് ചെയ്യാം, എടുത്തിട്ടൊരു കാട്ടാം. അപ്പോൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആരായാലും, പിന്നെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ആര് ചെയ്ത് കഴിഞ്ഞാലും, പണ്ട് തൊപ്പീനെ എല്ലാവരും വിമർശിച്ച് ഇപ്പോൾ തൊപ്പി എല്ലാവരുടെ മനസ്സിൽ ഒരു സ്ഥാനത്തുണ്ട്. അതുപോലെ ഷാജഹാനെ ഇനി പറഞ്ഞു പോയ ഒരു കാര്യം എന്തായിപ്പോയി, അത് കയറി അങ്ങ് കൊളുത്തി. ഷാജഹാന് കയറി വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം. ഷാജഹാൻ എനിക്ക് തോന്നുന്നത് ഇതിലൂടെ ഷാജഹാൻ എന്താ കുറച്ചൊന്ന് ടോപ്പിലെത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടെ.
മാസലാമ.